Dear students, നമ്മൾ ഇന്ന് IR സ്പെക്ട്രോസ്കോപ്പിയാണ് പഠിക്കാൻ പോകുന്നത്. So this IR spectroscopy is otherwise known as vibrational spectroscopy. IR സ്പെക്ട്രോസ്കോപ്പി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്നത്. Then here the infrared radiation is used. IR സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയേഷൻ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ്. അതുകൊണ്ടാണ് ആ സ്പെക്ട്രോസ്കോപ്പിക്ക് IR സ്പെക്ട്രോസ്കോപ്പി എന്ന പേര് വന്നത്, ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി. ഇനി ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി ഒരു മോളിക്യൂള് ആക്റ്റീവ് ആകണമെങ്കിൽ, IR ആക്റ്റീവ് ആകണമെങ്കിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ മോളിക്യൂള് ഡൈപോൾ മൊമെൻറ്റ് കാണിക്കണം. ഡൈപോൾ മൊമെൻറ്റ് കാണിക്കുന്ന മോളിക്യൂൾസ് മാത്രമേ IR ആക്റ്റീവായിട്ട് ഉള്ളൂ. ഇനി ഈ ഒരു സ്പെക്ട്രോസ്കോപ്പിയുടെ റേഞ്ച് നോക്കിയാൽ അത് 500 to 4000 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് IR സ്പെക്ട്രോസ്കോപ്പിയുടെ റേഞ്ച്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഓരോ വൈബ്രേഷണൽ എനർജി ലെവലും എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്? റൊട്ടേഷണൽ എനർജി ലെവലുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക് എനർജി ലെവൽ തന്നെ E1, E2, E3 എന്ന് പറഞ്ഞു കാണും. ഇൻ ബിറ്റ്വീൻ ഇലക്ട്രോണിക് ലെവൽ ദ ഇസ് വൈബ്രേഷണൽ എനർജി ലെവൽ. ഈ ഇലക്ട്രോണിക് എനർജി ലെവലിൻ്റെ ഇടയിൽ എന്തുണ്ട്? വൈബ്രേഷണൽ എനർജി ലെവലുണ്ട്. ഈ വൈബ്രേഷണൽ എനർജി ലെവലിൻ്റെ ഇടയിൽ എന്ത്? റൊട്ടേഷണൽ എനർജി ലെവലുണ്ട്. Hence the vibrational transitions are accompanied by rotational transition. അപ്പോൾ വൈബ്രേഷൻ ട്രാൻസിഷൻ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ എന്തും കാണും? റൊട്ടേഷണൽ ട്രാൻസിഷനും നടക്കും. സോ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഈസ് otherwise called വൈബ്രേഷണൽ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി. അപ്പം IR സ്പെക്ട്രോസ്കോപ്പിക്ക് മൊത്തം 2 പേരാണുള്ളത്, വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് വൈബ്രേഷണൽ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി. ദെൻ ഏത് റേഡിയേഷനാണ് യൂസ് ചെയ്യുന്നത്? ഹിയർ വി ആർ യൂസിങ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. റേഞ്ച് 500 to 4000 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. IR ആക്റ്റീവ് ആകണമെങ്കിൽ ഒരു മോളിക്യൂൾ എന്ത് കാണിക്കണം? ഡൈപോൾ മൊമെൻറ്റ് കാണണം. ഡൈപോൾ മൊമെൻറ്റ് ഉള്ള മോളിക്യൂൾ മാത്രമേ IR ആക്റ്റീവായിട്ട് കാണിക്കത്തുള്ളൂ. ഇനി നമുക്ക് നോക്കാം, നമുക്ക് ഹോമോ ന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂളും ഹെറ്ററോ ന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂളും കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഹോമോ ന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് മീൻസ് സെയിം കൈൻഡ് ഓഫ് ആറ്റംസ് ചേർന്നുണ്ടാകുന്ന ഡയറ്റോമിക് മോളിക്യൂളാണ്. ഫോർ എക്സാമ്പിൾ H2, N2, F2, Cl2 ഒക്കെ ഹോമോ ന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസിന് എക്സാമ്പിളാണ്. അപ്പം ഈ ടൈപ്പ് മോളിക്യൂൾസ് IR ഇനാക്റ്റീവ് ആയിരിക്കും. കാര്യം അവരുടെ ഡൈപോൾ മൊമെൻറ്റ് 0 ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഡൈപോൾ മൊമെൻറ്റ്, നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മോളിക്യൂൾ എന്തായിട്ട് ആക്ട് ചെയ്യത്തുള്ളൂ? IR ആക്റ്റീവ് ആകത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഹോമോ ന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസിൻ്റെ കേസിൽ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് 0 ആണ്. സോ ദേ ആർ IR ഇനാക്റ്റീവ്. ഇനി ഹെട്രോ ന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹൈഡ്രോക്ലോറിക് ആസിഡ്, വാട്ടർ, ഹൈഡ്രജൻ സയനൈഡ്, ദെൻ HF കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയുള്ള ഹെട്രോ ന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ്, 2 ഡിഫറെൻറ്റ് ആറ്റംസ് ചേർന്ന ഡയറ്റോമിക് മോളിക്യൂൾസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവർ IR ആക്റ്റീവാണ്. കാര്യം അവർക്ക് നെറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫണ്ടമെൻ്റൽ വൈബ്രേഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. IR സ്പെക്ട്രോസ്കോപ്പിയിൽ വരുന്ന ഫണ്ടമെൻ്റൽ വൈബ്രേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഫണ്ടമെൻ്റൽ വൈബ്രേഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറി. ദേ ആർ സ്ട്രെച്ചിങ് ആൻഡ് ബെൻഡിങ്. സ്ട്രെച്ചിങ് വൈബ്രേഷൻസും ഉണ്ട്, അതുപോലെ തന്നെ ബെൻഡിങ് വൈബ്രേഷൻസും ഉണ്ട്. Again, the stretching vibration is classified into 2 categories. They are symmetric stretching and asymmetric stretching. സ്ട്രെച്ചിങ്ങിനെ വീണ്ടും നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, സിമെട്രിക് സ്ട്രെച്ചിങ് എന്നും അസിമെട്രിക് സ്ട്രെച്ചിങ് എന്നും. അതുപോലെ തന്നെ ബെൻഡിങ് വൈബ്രേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ബെൻഡിങ് വൈബ്രേഷൻ തന്നെ 2 കാറ്റഗറി ആക്കി മാറ്റിയിട്ടുണ്ട്. ഇൻ പ്ലെയിൻ ബെൻഡിങ്ങും ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ്ങും. ഇൻ പ്ലെയിൻ ബെൻഡിങ് എന്ന് വെച്ചാൽ സെയിം പ്ലെയിനിൽ നടക്കുന്നതായിരിക്കും. ഔട്ട് ഓഫ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ പ്ലെയിനിന് മുകളിലോ താഴെയോ ആയിട്ട് നടക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ബെൻഡിങ് വൈബ്രേഷൻ മൊത്തം 4 ടൈപ്പാണുള്ളത്. സിസറിങ് ഉണ്ട്, റോക്കിംഗ് ഉണ്ട്, വാഗിങ് ഉണ്ട്, ട്വിസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ നോക്കുക, സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് 2 ടൈപ്പ്, സിമെട്രിക് സ്ട്രെച്ചിങ് ആൻഡ് അസിമെട്രിക് സ്ട്രെച്ചിങ്. ദെൻ ബെൻഡിങ് വൈബ്രേഷൻ നോക്കുവാണെങ്കിൽ 4 എണ്ണമാണുള്ളത്: സിസറിങ്, റോക്കിംഗ്, വാഗിങ്, ട്വിസ്റ്റിംഗ്. ഇനി നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ആദ്യം നമുക്ക് ഫണ്ടമെൻ്റൽ വൈബ്രേഷനിൽ തന്നെ സ്ട്രെച്ചിങ് വൈബ്രേഷൻ നോക്കാം. നമ്മൾ സിമെട്രിക് സ്ട്രെച്ചിങ് ആണ് നോക്കുന്നത്. ഹിയർ ആറ്റം എയ്തർ മൂവ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ആറ്റം ഓർ മൂവ് എവേ ഫ്രം ദ സെൻറ്റർ ഓഫ് ആറ്റം. ഇവിടെ ആറ്റംസ് ഒന്നെങ്കിൽ സെൻറ്റർ ഓഫ് ആറ്റത്തിൻ്റെ അടുത്തോട്ട്, 2 ആറ്റം സെൻറ്റർ ഓഫ് ആറ്റത്തിൻ്റെ അടുത്തോട്ട് വരും, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ആറ്റത്തിൽ നിന്ന് ദൂരേക്ക് പോകും. സോ എയ്തർ ആൻ ആറ്റം മൂവ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ആറ്റം ഓർ ഇറ്റ് മൂവ്സ് എവേ ഫ്രം ദ സെൻറ്റർ ഓഫ് ആറ്റംസ്. വൈൽ വി ആർ കൺസിഡറിംഗ് ദ സിമെട്രിക് സ്ട്രെച്ചിങ്, ഹിയർ ബോണ്ട് ലെങ്ത് ചേഞ്ചസ് ആൻഡ് ബോണ്ട് ആംഗിൾ റിമൈൻസ് കോൺസ്റ്റന്റ്. ഇവിടെ ബോണ്ട് ലെങ്ത് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, ബോണ്ട് ആംഗിള് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പം ഈ ടൈപ്പ് സ്ട്രെച്ചിങ് വൈബ്രേഷൻസിനെയാണ് നമ്മൾ സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് വിളിക്കുന്നത്. ആറ്റംസ് either move towards the center of atom or moves away from the center of atom, and such vibrations are termed as asymmetric stretching. ഇനി നമുക്ക് നെക്സ്റ്റ് അസിമെട്രിക് സ്ട്രെച്ചിങ് നോക്കാം. സ്ട്രെച്ചിങ് വൈബ്രേഷനിൽ വരുന്ന അസിമെട്രിക് സ്ട്രെച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. In asymmetric stretching,
one of the atom moves towards the center of the atom and the other atom moves away from the center of atom. അപ്പം ഒരു ആറ്റം സെൻറ്റർ ഓഫ് ആറ്റത്തിന് അടുത്തോട്ട് വരുമ്പോൾ മറ്റേ ആറ്റം സെൻറ്റർ ഓഫ് ആറ്റത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ടൈപ്പ് സ്ട്രെച്ചിങ്ങിനെ നമ്മൾ എന്ത് വിളിക്കും? അസിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് വിളിക്കും. ഹിയർ ഓൾസോ ബോണ്ട് ലെങ്ത് ചേഞ്ചസ് ആൻഡ് ബോണ്ട് ആംഗിൾ റിമൈൻസ് കോൺസ്റ്റന്റ്. അപ്പം സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ അതിൽ രണ്ടിലും ബോണ്ട് ലെങ്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ ബോണ്ട് ആംഗിൾ കോൺസ്റ്റന്റ് ആണ്. അസിമെട്രിക് സ്ട്രെച്ചിൽ ഒരാറ്റം സെൻറ്റർ ഓഫ് ആറ്റത്തിന് അടുത്തോട്ട് വരുമ്പം രണ്ടാമത്തെ ആറ്റം എന്ത് ചെയ്യും? സെൻറ്റർ ഓഫ് ആറ്റത്തിൽ നിന്ന് ദൂരേക്ക് പോവുകയാണ് ചെയ്യുന്നത്. One of the atom moves towards the center of the atom and the other atom moves away from the center of atom, and such vibrations are called asymmetric stretching. ഓർത്ത് വെക്കേണ്ട കാര്യം, ബോണ്ട് ലെങ്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ബട്ട് ബോണ്ട് ആംഗിൾ റിമൈൻസ് കോൺസ്റ്റന്റ്. നെക്സ്റ്റ് നമുക്ക് ബെൻഡിങ് വൈബ്രേഷൻ നോക്കാം. ആദ്യം നമുക്ക് സിസ്റ്ററിങ് നോക്കാം. ഹിയർ 2 atoms മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ. ഇവിടെ 2 atoms എന്ത് ചെയ്യും? മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ. രണ്ടുപേരും ഒരുപോലെ മുന്നോട്ട് വരും. സച്ച് വൈബ്രേഷൻസ് ആർ കോൾഡ് സിസ്റ്ററിങ്. നമ്മൾ കത്രികയുടെ ടിപ്പ് മൂവ് ചെയ്യുന്നത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. സോ ഈ ടൈപ്പ് വൈബ്രേഷനെ നമ്മൾ സിസ്റ്ററിങ് എന്നാണ് വിളിക്കുന്നത്. ഹിയർ ബോണ്ട് ആംഗിൾ ചേഞ്ചസ് ആൻഡ് ബോണ്ട് ലെങ്ത് റിമൈൻസ് കോൺസ്റ്റന്റ്. അപ്പം നമ്മൾ ബെൻഡിങ് വൈബ്രേഷൻ നോക്കുവാണെങ്കിൽ അവിടെ ബോണ്ട് ആംഗിൾ ചേഞ്ച് ചെയ്യും, പക്ഷേ ബോണ്ട് ലെങ്ത് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കും. നെക്സ്റ്റ് നമുക്ക് റോക്കിംഗ് നോക്കാം. ആൻഡ് ഇൻ റോക്കിംഗ് 2 atoms മൂവ് ടുഗദർ. 2 ആറ്റം സെയിം ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യും. ഇവിടെയും ബോണ്ട് ആംഗിൾ ചേഞ്ച് ചെയ്യും, പക്ഷേ ബോണ്ട് ലെങ്ത് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കും. അപ്പം ഈ ഒരു ഷേപ്പ് എങ്ങനെയാണ് എന്നുള്ള ആ ഒരു വൈബ്രേഷൻ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കി വെച്ചേക്കണം. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്, ഇപ്പം നമ്മൾ സിസറിങ്ങും പഠിച്ചു, റോക്കിങ്ങും പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാഗിങ് ആൻഡ് ട്വിസ്റ്റിംഗ് ആണ്. അപ്പം നമുക്ക് ആദ്യം വാഗിങ് നോക്കാം. ഹിയർ ആറ്റം മൂവ്സ് എബവ് ദ പ്ലെയിൻ ഓർ ബിലോ ദ പ്ലെയിൻ. ഇവിടെ 2 ആറ്റംസിന് ഒന്നെങ്കിൽ പ്ലെയിനിന് മുകളിലോട്ട് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? താഴോട്ട് മൂവ് ചെയ്യാം. അങ്ങനെയുള്ള ട്രാൻസിഷൻ നമ്മൾ എന്ത് വിളിക്കും? വാഗിങ് എന്ന് വിളിക്കും. either the atom move above the plane or it move below the plane. ഒന്നെങ്കിൽ മുകളിലോട്ട് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ താഴോട്ട് മൂവ് ചെയ്യാം. ആൻഡ് ദേ ആർ കോൾഡ് വാഗിങ്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? വാഗിങ് എന്ന് വിളിക്കും. നെക്സ്റ്റ് ട്വിസ്റ്റിംഗ് ആണ്. ഇൻ ട്വിസ്റ്റിംഗ് വൺ ഓഫ് ദ ആറ്റം മൂവ് എബവ് ആൻഡ് ദ അതർ ആറ്റം മൂവ് ബിലോ. ഒരാറ്റം മുകളിലോട്ട് പോകും, വൺ ഓഫ് ദ ആറ്റം മൂവ് അപ്പ്. ഒരാൾ മുകളിലോട്ട് പോകുമ്പോൾ രണ്ടാമത്തെ ആൾ എന്ത് ചെയ്യും? ദ സെക്കൻഡ് ആറ്റം മൂവ്സ് ഡൗൺ ദ പ്ലെയിൻ. ഒരു ആറ്റം പ്ലെയിനിന് മുകളിലോട്ട് മൂവ് ചെയ്യുമ്പം രണ്ടാമത്തെ ആറ്റം പ്ലെയിനിന് താഴേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. ആൻഡ് സച്ച് ടൈപ്പ് ഓഫ് വൈബ്രേഷൻസ് ആർ കോൾഡ് ട്വിസ്റ്റിംഗ്. ഈ ടൈപ്പ് വൈബ്രേഷനെ നമ്മൾ ട്വിസ്റ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. സോ ഇത്രയുമാണ് മോഡ്സ് ഓഫ് വൈബ്രേഷൻസ്. നെക്സ്റ്റ് നമ്മൾ നമ്പർ ഓഫ് വൈബ്രേഷൻ മോഡ്സ് ഇൻ എ മോളിക്യൂൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. സോ ദ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദ ഇക്വേഷൻ 3n - 5. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ലീനിയർ മോളിക്യൂൾസിന് ഒരു ഇക്വേഷൻ, നോൺ ലീനിയർ മോളിക്യൂൾസിന് വേറൊരു ഇക്വേഷൻ, അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്പർ ഓഫ് വൈബ്രേഷൻ മോഡ്സ് ഇൻ എ മോളിക്യൂൾ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ഇൻ ദ കേസ് ഓഫ് ലീനിയർ മോളിക്യൂൾ ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദ ഇക്വേഷൻ 3n - 5. 3n - 5 എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ലീനിയർ മോളിക്യൂൾസിലുള്ള നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പോൾ നോക്കിയാൽ ലീനിയർ മോളിക്യൂളിന് എക്സാമ്പിളാണ് HCN, ഹൈഡ്രജൻ സയനൈഡ് ലീനിയർ മോളിക്യൂളിന് എക്സാമ്പിളാണ്. അപ്പം നമ്മൾ ഈ ഒരു മോളിക്യൂൾ നോക്കുമ്പം ഇതിൽ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസ് ആണ്. നോക്കി എത്ര ആറ്റംസ് ഉണ്ട്? there are 3 different atoms. One is hydrogen, second one is carbon, and the third one is nitrogen. So നമ്മൾ N-ന് പകരം എന്ത് കൊടുക്കണം? നമ്മുടെ ഇക്വേഷൻ 3n - 5 ആണ്. Here we are substituting 3 in the place of n. N-ന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? 3 കൊടുക്കണം. സോ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 4 കിട്ടും. ഹൈഡ്രജൻ സയനൈഡ് HCN കേസിൽ മൊത്തം 4 ടൈപ്പ് വൈബ്രേഷണൽ മോഡ്സ് ആണുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിലും അവിടെ എത്ര ആറ്റംസ് ഉണ്ട്? there are 3 ആറ്റംസ് ഉണ്ട്. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താണ്? ലീനിയർ മോളിക്യൂൾ ആയതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ 3n - 5 ആണ്. ഹിയർ N-ന് പകരം നമ്മൾ എന്ത് ചെയ്യും? 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ നമ്മുടെ ആൻസർ എത്ര കിട്ടും? 4 കിട്ടും. അപ്പം 4 വൈബ്രേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സിമെട്രിക് സ്ട്രെച്ചിങ് കാണിക്കും, അസിമെട്രിക് സ്ട്രെച്ചിങ് കാണിക്കും, ബെൻഡിങ് ഇൻ പ്ലെയിൻ കാണിക്കും, ബെൻഡിങ് ഔട്ട് ഓഫ് പ്ലെയിൻ കാണിക്കും. അങ്ങനെ മൊത്തം 4 വൈബ്രേഷൻസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് കാണിക്കുന്നത്. ഇതിൽ സിമെട്രിക് സ്ട്രെച്ചിങ് IR ഇനാക്റ്റീവ് ആണ്, കാര്യം ഡൈപോൾ മൊമെന്റ് 0 ആണ്. ബാക്കി 3 അസിമെട്രിക് സ്ട്രെച്ചിങ്ങും ബെൻഡിങ് ഇൻ പ്ലെയിനും ബെൻഡിങ് ഔട്ട് ഓഫ് പ്ലെയിനും IR ആക്റ്റീവ് ആണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. നെക്സ്റ്റ് നമ്മളൊരു നോൺ ലീനിയർ മോളിക്യൂൾ എടുക്കുകയാണ്. അപ്പം നോൺ ലീനിയർ മോളിക്യൂൾ എടുക്കുവാണെങ്കിൽ അവിടെ ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് മാറും. ഇക്വേഷൻ 3n - 6 ആയിരിക്കും.
നമ്മൾ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ വാട്ടറാണ്, H2O വാട്ടറാണ് നമ്മുടെ എക്സാമ്പിൾ. അപ്പം വാട്ടറിൽ മൊത്തം 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റം ആണുള്ളത്. 2 ഹൈഡ്രജനും 1 ഓക്സിജനും, അങ്ങനെ 3 ആറ്റം ഉണ്ട്. സോ നമുക്ക് N പകരം 3 കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൊത്തം 3 കിട്ടും. അപ്പോൾ വാട്ടർ മോളിക്യൂൾ മൊത്തം 3 ടൈപ്പ് വൈബ്രേഷൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ സിമെട്രിക് സ്ട്രെച്ചിങ് കാണിക്കും വാട്ടർ, ദെൻ അസിമെട്രിക് സ്ട്രെച്ചിങ് കാണിക്കും, ബെൻഡിങ് കാണിക്കും. അങ്ങനെ 3 ടൈപ്പ് വൈബ്രേഷൻസ് ആണ് വാട്ടർ കാണിക്കുന്നത്. സിമെട്രിക് സ്ട്രെച്ചിങ്, അസിമെട്രിക് സ്ട്രെച്ചിങ്, ദെൻ ബെൻഡിങ്, അങ്ങനെ 3 ടൈപ്പ് കാണിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ആപ്ലിക്കേഷൻസ് ആണ്. IR സ്പെക്ട്രോസ്കോപ്പിയുടെ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫോഴ്സ് കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഡിറ്റർമിനേഷൻ ഓഫ് ഫോഴ്സ് കോൺസ്റ്റന്റ്, പിന്നെ ഡിസ്റ്റിങ്ക്യൂഷൻ ബിറ്റ്വീൻ ഇന്റർമോളിക്കുലർ ആൻഡ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും നമുക്ക് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റും. പിന്നെ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്, ദെൻ ഡിറ്റക്ടിങ് ഇംപ്യൂരിറ്റീസ് ഇൻ എ സാമ്പിൾ, ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് ബോണ്ട് ലെങ്ത്. ഇതൊക്കെയാണ് IR സ്പെക്ട്രോസ്കോപ്പിയുടെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്. ദെൻ ഇത് കൂടാതെ വേറെ കുറച്ച് ആപ്ലിക്കേഷൻസും കൂടെ ഉണ്ട്. അപ്പം മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഇത്. പിന്നെ നമുക്കൊരു കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അൺനോൺ കോമ്പൗണ്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെ IR സ്പെക്ട്രോസ്കോപ്പിയുടെ ആപ്ലിക്കേഷനാണ്. നമ്മൾ മെയിൻ ആപ്ലിക്കേഷൻ മാത്രമേ പറഞ്ഞോളൂ.